യോവേൽ 1-ാം 1 മുതലുള്ള വാക്യങ്ങൾ. യോവേൽ 1-ാം 1 മുതലുള്ള വാക്യങ്ങൾ. പെഥുവേലിന്റെ മകനായ യോവേലിനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. മൂപ്പന്മാരെ, ഇത് കേൾപ്പീൻ. ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. മദ്യപന്മാരെ, ഉണർന്ന് കരവീൻ. വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ, പുതുവീഞ്ഞ് നിങ്ങളുടെ വായ്ക്കു അറ്റുപോയിരിക്കയാൽ മുറയിടുവീൻ. ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി എന്റെ ദേശത്തിന്റെ നേരെ വന്നിരിക്കുന്നു. അതിന്റെ പല്ല് സിംഹത്തിന്റെ പല്ല്, സിംഹിയുടെ അണപ്പല്ല് അതിനുണ്ട്. അത് എന്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എന്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു. അതിനെ മുഴുവനും തോലുരിച്ച് എറിഞ്ഞുകളഞ്ഞു. അതിന്റെ കൊമ്പുകൾ വെളുത്തുപോയിരിക്കുന്നു. യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടുടുത്തിരിക്കുന്ന കന്യകയെപ്പോലെ വിലപിക്ക. ഭോജനയാഗവും പാനീയയാഗവും യഹോവയുടെ ആലയത്തിൽ നിന്നു അറ്റുപോയിരിക്കുന്നു. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചും പുതുവീഞ്ഞു വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കയാൽ ദേശം ദുഃഖിക്കുന്നു. കൃഷിക്കാരെ ലജ്ജിപ്പീൻ. മുന്തിരിത്തോട്ടക്കാരെ കോതമ്പിനെയും യവത്തെയും ചൊല്ലി മുറയിടുവീൻ. വയലിലെ വിളവ് നശിച്ചുപോയല്ലോ. മുന്തിരിവള്ളി വാടി, അത്തിവൃക്ഷം ഉണങ്ങി. മാതളം, ഈന്തപ്പന, നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം മനുഷ്യരെ വിട്ടുമാഞ്ഞുപോയല്ലോ. പുരോഹിതന്മാരെ, രട്ടുടുത്ത് വിലപിപ്പീൻ. യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ, മുറയിടുവീൻ. എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ, ഭോജനയാഗവും പാനീയയാഗവും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കൊണ്ട് നിങ്ങൾ വന്ന് രട്ടുടുത്ത് രാത്രി കഴിച്ചുകൂട്ടുവീൻ. ഒരു ഉപവാസ ദിവസം നിയമിപ്പീൻ. സഭായോഗം വിളിപ്പീൻ. മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവീൻ. യഹോവയോട് നിലവിളിപ്പീൻ. ആ ദിവസം അയ്യോ കഷ്ടം! യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. അത് സർവ്വശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയല്ലോ. വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു. ധാന്യം കരിഞ്ഞുപോയിരിക്കയാൽ പാണ്ടികശാലകൾ ശൂന്യമായ കളപ്പുരകൾ ഇടിഞ്ഞുപോകുന്നു. മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു. കന്നുകാലികൾ മേച്ചിൽ ഇല്ലായകൊണ്ട് ബുദ്ധിമുട്ടുന്നു. ആടുകൾ ദണ്ണം അനുഭവിക്കുന്നു. യഹോവേ, നിന്നോട് ഞാൻ നിലവിളിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീയ്ക്കും പറമ്പിലെ വൃക്ഷങ്ങളെല്ലാം ജ്വാലയ്ക്കും ഇരയായിത്തീർന്നുവല്ലോ. നീർത്തോടുകൾ വറ്റിപ്പോകുകയും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീയ്ക്ക് ഇരയായി തീരുകയും ചെയ്തതുകൊണ്ട് വയലിലെ മൃഗങ്ങളും നിന്നെ നോക്കി കിഴയ്ക്കുന്നു. യോവേൽ 2-ാം 1 മുതലുള്ള വാക്യങ്ങൾ. യോവേൽ 2-ാം 1 മുതലുള്ള വാക്യങ്ങൾ. സിയോനിൽ കാഹളമൂതുവീൻ. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ടും അത് അടുത്തിരിക്കുന്നതുകൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ഇരുട്ടും അന്ധകാരമുള്ളൊരു ദിവസം, മേഘവും കൂരിരുട്ടുമുള്ളൊരു ദിവസം തന്നെ. പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ളൊരു ജാതി, അങ്ങനെയുള്ളത് പണ്ട് ഉണ്ടായിട്ടില്ല. ഇനി മേലാൽ തലമുറ തലമുറയായുള്ള ആണ്ടുകളോളം ഉണ്ടാകുകയുമില്ല. അവരുടെ മുമ്പിൽ തീ കത്തുന്നു, അവരുടെ പിമ്പിൽ ജ്വാല ദഹിപ്പിക്കുന്നു. അവരുടെ മുമ്പിൽ ദേശം ഏദൻ തോട്ടം പോലെയാകുന്നു. അവരുടെ പിറകിലോ ശൂന്യമായുള്ള മരുഭൂമി. അവരുടെ കൈയിൽ നിന്ന് യാതൊന്നും ഒഴിഞ്ഞുപോകയില്ല. അവരുടെ രൂപം കുതിരകളുടെ രൂപം പോലെ. അവർ കുതിരച്ചേവകരെപ്പോലെ ഓടുന്നു. അവർ പർവ്വത ശിഖരങ്ങളിൽ രഥങ്ങളുടെ മുഴക്കം പോലെ കുതിച്ചു ചാടുന്നു. അഗ്നിജ്വാല താളടിയെ ദഹിപ്പിക്കുന്ന ശബ്ദം പോലെയും പടയ്ക്ക് നിരന്നു നിൽക്കുന്ന ശക്തിയുള്ള പടജനം പോലെയും തന്നെ. അവരുടെ മുമ്പിൽ ജാതികൾ നടുങ്ങുന്നു. സകല മുഖങ്ങളും വിളറിപ്പോകുന്നു. അവർ വീരന്മാരെപ്പോലെ ഓടുന്നു, യോദ്ധാക്കളെപ്പോലെ മതിൽ കയറുന്നു. അവർ പാത വിട്ടുമാറാതെ താന്താന്റെ വഴിയിൽ നടക്കുന്നു. അവർ തമ്മിൽ തിക്കാതെ താന്താന്റെ പാതയിൽ നേരെ നടക്കുന്നു. അവർ മുറിവേൽക്കാതെ ആയുധങ്ങളുടെ ഇടയിൽ കൂടി ചാടുന്നു. അവർ പട്ടണത്തിൽ ചാടി കടക്കുന്നു, മതിലിന്മേൽ ഓടുന്നു, വീടുകളിന്മേൽ കയറുന്നു, കള്ളനെപ്പോലെ കിളിവാതിലുകളിൽ കൂടി കടക്കുന്നു. അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു, സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകുന്നു, നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതെയിരിക്കുന്നു. യഹോവ തന്റെ സൈന്യത്തിന്റെ മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു.
അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു, അത് സഹിക്കാവുന്നവനാർ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുതപിച്ച് തനിക്ക് ഭോജനയാഗവും പാനീയയാഗവുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കയില്ലയോ? ആർക്കറിയാം. സിയോനിൽ കാഹളമൂതുവീൻ, ഒരു ഉപവാസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ, പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ. മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ പൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യെ കരഞ്ഞുകൊണ്ട്, യഹോവേ, നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ. ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്ദയ്ക്ക് ഏൽപ്പിക്കരുതേ. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്നിങ്ങനെ പറയട്ടെ. അങ്ങനെ യഹോവ തന്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിച്ചു, തന്റെ ജനത്തെ ആദരിച്ചു. യഹോവ തന്റെ ജനത്തിനു ഉത്തരം അരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനിയും നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ദയാക്കുകയുമില്ല. വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യവുമായ ഒരു ദേശത്തേക്ക് നീക്കി അവന്റെ മുൻപടയെ കിഴക്കേ കടലിലും അവന്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിലും ഇട്ടുകളയും. അവൻ വമ്പ് കാട്ടിയിരിക്കൊണ്ട് അവന്റെ ദുർഗന്ധം പൊങ്ങുകയും നാറ്റം കയറുകയും ചെയ്യും. ദേശമേ, ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക. യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവെക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു. സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പെപ്പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പേയിച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്കു വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്നു തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. ഞാൻ ഇസ്രയേലിന്റെ നടുവിൽ ഉണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാടുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിതഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. യോവേൽ 3-ാം 1 മുതലുള്ള വാക്യങ്ങൾ. യോവേൽ 3-ാം 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ യഹൂദയുടെയും യെരൂശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനം നിമിത്തവും എന്റെ അവകാശമായ ഇസ്രയേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ. അവർ എന്റെ ജനത്തിന് ചീട്ടിട്ടു ഒരു ബാലിനെ ഒരു വേശ്യയ്ക്കു വേണ്ടി കൊടുക്കുകയും ഒരു ബാലയെ വിറ്റു വീഞ്ഞു കുടിക്കുകയും ചെയ്തു. സോരും സീദോനും സകല ഫെലിസ്ത്യ പ്രദേശങ്ങളുമായുള്ളവേ, നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം? നിങ്ങളോട് ചെയ്തതിന് നിങ്ങൾ എനിക്ക് പകരം ചെയ്യുമോ? അല്ല, നിങ്ങൾ എന്നോട് വല്ലതും ചെയ്യുന്നുവെങ്കിൽ ഞാൻ വേഗമായും ശീഘ്രമായും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തും. നിങ്ങൾ എന്റെ വെള്ളിയും പൊന്നും എടുത്ത് എന്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി യഹൂദ്യരെയും യെരൂശലേമ്യരെയും അവരുടെ അതിരുകളിൽ നിന്ന് ദൂരത്തകറ്റുവാൻ തക്കവണ്ണം നിങ്ങൾ അവരെ യവനന്മാർക്ക് വിറ്റുകളഞ്ഞു.
എന്നാൽ നിങ്ങൾ അവരെ വിറ്റുകളഞ്ഞിടത്തു നിന്ന് ഞാൻ അവരെ ഉണർത്തുകയും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യഹൂദ്യർക്ക് വിറ്റുകളയും. അവർ അവരെ ദൂരത്തുള്ള ജാതിയായ ശെബായർക്കു വിറ്റുകളയും. യഹോവ അത് അരുളിച്ചെയ്തിരിക്കുന്നു. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ. വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ. വീരന്മാരെ ഉദ്യോഗിപ്പിപ്പീൻ. സകല യോദ്ധാക്കളും അടുത്തുവന്നു പുറപ്പെടട്ടെ. നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തികളായും കുന്തങ്ങളായും അടിപ്പീൻ. ദുർബലൻ തന്നെത്താൻ വീരനായി മരിക്കട്ടെ. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ടു വന്നുകൂടുവീൻ. യഹോവേ, അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. ജാതികൾ ഉണർന്നു യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിനു ഇരിക്കും. അരിവാൾ ഇടുവീൻ. കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു. വന്ന് ചവിട്ടുവീൻ. ചക്ക് നിറഞ്ഞിരിക്കുന്നു. തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു. അവരുടെ ദുഷ്ടത വലുതല്ലോ. വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും. നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയുമില്ല. യഹോവ സീയോനിൽ നിന്ന് ഗർജിച്ചു യെരൂശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും. എന്നാൽ യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവും ആയിരിക്കും. അങ്ങനെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വതമായ സീയോനിൽ വസിക്കുന്നവനായി നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും. യെരൂശലേം വിശുദ്ധമായിരിക്കും. അന്യജാതിക്കാർ ഇനിയും അതിൽ കൂടി കടക്കുകയുമില്ല. അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും. കുന്നുകൾ പാലൊഴുക്കും. യഹൂദിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ടു ശിത്തീം താഴ്വരയെ നനയ്ക്കും. യഹൂദാദേശത്ത് വെച്ച് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞു അവരോട് ചെയ്ത സാഹസം ഹേതുവായി മിസ്രയീം ശൂന്യമായി തീരുകയും ഏദോം നിർജ്ജന മരുഭൂമിയായി ഭവിക്കുകയും ചെയ്യും. യഹൂദയ്ക്കോ സദാകാലത്തേക്കും യെരൂശലേമിനു തലമുറ തലമുറയോളവും നിവാസികളുണ്ടാകും. ഞാൻ പോക്കിട്ടില്ലാത്ത അവരുടെ രക്തപാതകം ഞാൻ പോക്കും. യഹോവ സീയോനിൽ വസിച്ചുകൊണ്ടിരിക്കും.